പ്രതിപക്ഷം ബഹളമുണ്ടാക്കി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നു. പ്രതിപക്ഷ സഖ്യത്തിനെതിരെ തരൂർ വീണ്ടും. കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ എം പി. പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ ഉത്തരവാദിത്തമറന്ന് പെരുമാറുന്നുവെന്നാണ് തരൂറിന്റെ വിമർശനം. ചാക്രികമായി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നത് തുടരുന്നതിലൂടെ വില കൊടുക്കേണ്ടി വരുന്നത് ജനാധിപത്യത്തിനാണെന്നും തരൂർ പറയുന്നു. ചർച്ചകളിലൂടെ ഭരണപക്ഷത്തെ വെല്ലുവിളിക്കാനുള്ള അവസരങ്ങൾ പാർലമെന്റിൽ ഉപയോഗിക്കാതെ UPA സർക്കാരിന്റെ കാലത്ത് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന BJP നടത്തിക്കൊണ്ടിരുന്ന അതേ രീതിയിൽ ബഹളമുണ്ടാക്കി ചർച്ചകളെയും സഭാ നടപടികളെയും തടസ്സപ്പെടുത്തുന്ന രീതിയാണ് ഇന്ന് ഇന്ത്യ സഖ്യവും തുടരുന്നത്. അതിന്റെ നഷ്ടം പ്രതിപക്ഷത്തിന് തന്നെ ആയിരിക്കുമെന്നും തരൂർ മുന്നറിയിപ്പ് നൽകുന്നു. ചോദ്യോത്തരവേള, ശൂന്യവേള അടക്കം കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രമന്ത്രിമാരെയും മുൾമുനയിൽ നിർത്താൻ സാധിക്കുന്ന അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യേണ്ടതെന്നും തരൂർ പറയുന്നു. NDA സർക്കാർ ഏകപക്ഷീയമായാണ് സഭയിൽ നിയമനിർമ്മാണം നടത്തുന്നത്. നിയമങ്ങൾ കൊണ്ടുവന്നത് പാസാക്കി പ്രഖ്യാപിക്കാനുള്ള നോട്ടീസ് ബോർഡായി മാത്രമാണ് സഭയെ ഭരണപക്ഷം കാണുന്നത്. ചർച്ച ഉണ്ടാകുന്നില്ല. പ്രതിപക്ഷത്തിന് ചർച്ചകളിലൂടെ ഭരണപക്ഷത്തെ വെല്ലുവിളിക്കാനുള്ള അവസരം ഇല്ലാതാകുന്നു. ഇതിനെല്ലാം കാരണം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം തന്നെയാണെന്ന് തരൂർ പറയുന്നു. രാഷ്ട്രീയത്തിൽ പാർലമെന്റിന് പ്രാധാന്യം കുറയുന്നുവെന്നും തരൂർ വ്യക്തമാക്കുന്നു. രാഷ്ട്രീയത്തിൽ പാർലമെന്റിന് പ്രാധാന്യം കുറയുന്നുവെന്നും അദ്ദേഹം ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശത്രുക്കളെ പോലെ പെരുമാറുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ചെയ്യുന്നത്. ഇവിടെ പ്രതിപക്ഷമാണ് പരാജയപ്പെടുന്നത്. ഭരണഘടനാ രൂപകൽപ്പനയ്ക്കായുള്ള ഇടം മാത്രമായിട്ടല്ല, ജനാധിപത്യ ഇടപെടലുകൾക്കായുള്ള സജീവവേദിയായും പാർലമെന്റിനെ മാറ്റണമെന്നും അദ്ദേഹം കുറിച്ചു. ഇന്ത്യ ഇതിലും മികച്ചത് അർഹിക്കുന്നു. ജനങ്ങളുടെ ആശങ്കകളുമായി പൊരുത്തപ്പെടുന്ന കരുതലോടെ നിയമനിർമ്മാണം നടത്തുന്ന പാർലമെന്റാണ് ആവശ്യം. യുദ്ധക്കളമല്ല വേണ്ടത്. പാർലമെന്റിന്റെ അന്തസ്സ് പുനഃസ്ഥാപിക്കേണ്ട സമയം ഇതാണെന്നും തരൂർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു.